Hi guys, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ചൈന ലോഞ്ച് ചെയ്ത iQOO Neo 8 Pro എന്ന് പറയുന്ന ഡിവൈസ് ഇന്ത്യയിലേക്ക് iQOO Neo 7 Pro എന്ന പേരിൽ കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ് നോക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നൊരു അൺബോക്സിംഗും അതോടൊപ്പം തന്നെ ഒരു ഷോർട്ട് റിവ്യൂവും കൂടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ വീഡിയോ അവസാനം വരെ കാണാം. സോ ആദ്യം തന്നെ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്മാർട്ട് ഫോൺ ആണ് ഫ്രണ്ടിലായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ സ്മാർട്ട് ഫോൺ എടുക്കുന്ന സമയത്ത് ബോക്സിലാതെ നമുക്ക് ടോപ്പ് ഷീറ്റിലാണ് പറ്റും. ഇപ്രാവശ്യം ഈ കാണുന്നത് ബ്ലാക്ക് കളറാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഓറഞ്ച് കളറും അവൈലബിൾ ആണ്. പിന്നെ നമുക്കൊരു ലൈറ്റ് ബ്ലൂ കളറും കൂടെ അവൈലബിൾ ആണ്. സോ അപ്പോൾ എന്തായാലും നമുക്ക് സ്മാർട്ട് ഫോൺ ഓവർവ്യൂവും കാര്യങ്ങളും പിന്നെ നോക്കാം. ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. സോ ബോക്സിനകത്ത് തന്നെ ഒരു 120 വാട്ട്സിൻ്റെ ടൈപ്പ് സി ടു സി ടൈപ്പ് ഒരു ചാർജറും അതോടൊപ്പം തന്നെ ഒരു കേബിളും കാണാനായിട്ട് പറ്റും. ആക്ച്വലി ഇതൊരു PD ചാർജറാണ്. അപ്പോൾ നേരെ നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് iQOO Neo 7 Pro എന്ന് പറയുന്ന ഡിവൈസ്. സോ ഇതിൻ്റെ ഒരു ഓറഞ്ച് കളറിൻ്റെ പോസ്റ്ററാണ് iQOO കറൻ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. സോ ഈ ഒരു മോഡലായിരിക്കും ഇന്ത്യയിൽ വരാനായിട്ട് പോകുന്നത്. സോ ആദ്യം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഇവിടെ നമുക്കൊരു 6.78 ഇഞ്ചസിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. സോ ശ്രദ്ധിക്കുക, ഇവിടെ 120 ഹെർട്സ് അല്ല 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് ബ്രാൻഡ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ബെസൽലെസ് ആയിട്ടുള്ള ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് 17.22 സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ വരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ആൻഡ് അതോടൊപ്പം തന്നെ ബാക്കിലായിട്ട് നമുക്ക് ആ ഒരു ന്യൂ ഒരു ബ്രാൻഡിങ് നല്ല കിടിലൻ ക്യാമറ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതോടൊപ്പം തന്നെ ഫ്ലാഷിൻ്റെ അടുത്ത് നമുക്കൊരു ചെറിയ ക്യാമറ ആണ് പറ്റും. അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അതൊരു ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് നല്ല കിടിലൻ ഒരു ക്യാമറ പ്ലേസ്മെൻറ്റും കാര്യങ്ങളാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്, അതായത് പഞ്ച് ഹോൾ ക്യാമറയാണ് ഫ്രണ്ടിൽ കാണാനായിട്ട് പറ്റുന്നത്. ബെസൽസ് ഒക്കെ വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 144 ഹെർട്സിൽ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേക്കകത്ത് HDR10+ സപ്പോർട്ടബിൾ ആണ്. നല്ല രീതിയിലുള്ളൊരു വിഷ്വൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ക്വാളിറ്റി കിട്ടും. ആൻഡ് ഡോൾബി വിഷന് നമുക്ക് സപ്പോർട്ടഡ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേക്കകത്ത്. സോ അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേയുടെ കാറ്റഗറിയിൽ വെച്ച് അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ ആ ഒരു സെഗ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണ് 10 ഔട്ട് ഓഫ് 10 എന്ന് വേണമെങ്കിൽ തന്നെ പറയാനായിട്ട് പറ്റും. കാരണം നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഗെയിമിംഗ് എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുമ്പോഴും നല്ല രീതിയിൽ തന്നെ ഈ ഒരു റീഫ്രഷ് റേറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡിസ്പ്ലേ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ 16 GB പ്ലസ് 512 GB വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഈ കാണുന്നത്. ആൻഡ് ഇതിൻ്റെ പല വേരിയൻറ്റ്, അതായത് 3 വേരിയൻറ്റിലായിരിക്കും ഇന്ത്യയിൽ വരുന്നത്. 8GB 128ഉം 12GB 128ഉം അതോടൊപ്പം തന്നെ 12GB 256GB എന്ന് പറഞ്ഞ് 3 വേരിയൻ്റാണ് വരുന്നത്. മീഡിയ ടെക്കിൻ്റെ 9200+ എന്ന് പറയുന്ന ഒരു പ്രോസറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല കിടിലൊരു പ്രോസറാണ്. ആൻഡ് ഇന്ത്യയിൽ വരുമ്പോഴത്തേക്കും മിക്കവാറും സ്നാപ്ഡ്രാഗണിൻ്റെ 8+ Gen എന്ന് പറയുന്ന ഒരു പ്രോസറായിരിക്കും വരാൻ പോകുന്നത്. സോ അതാണിപ്പോൾ കറൻറ്റ്ലി അവർ ടീസ് ചെയ്യുന്നത്. അതായത് ആ ഒരു പോസ്റ്ററിൻ്റെ അകത്ത് നമുക്ക് ചെറിയൊരു ഭാഗത്തായിട്ട് കാണാനായിട്ട് പറ്റും. സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസർ കൊണ്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കാനായിട്ട് പോകുന്നത്. ബട്ട് ചൈനയിൽ ഡിമെൻസിറ്റി, അതായത് മീഡിയടെക് ഡിമെൻസിറ്റി പ്രോസറും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഗെയിം പ്ലേയുടെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഒരു കുഴപ്പമില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ റൺ ആവുന്നുണ്ട്. ആൻഡ് ഈ ഒരു പ്രോസർ വൈസിൽ ഞാനിവിടെ ഒരു പ്രത്യേകിച്ച് റിവ്യൂ പറയുന്നില്ല. കാരണം ഇതിൻ്റെ അകത്ത്, അതായത് ഈ ഒരു ചൈനീസ് വേരിയൻറ്റിൻ്റെ അകത്ത് മീഡിയ ടെക്കിൻ്റെ പ്രോസറാണുള്ളത്. സോ ഇന്ത്യയിൽ വരുമ്പോഴത്തേക്കും മിക്കവാറും സ്നാപ്ഡ്രാഗൺ പ്രോസർ ആയി കഴിഞ്ഞാൽ പെർഫോമൻസിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. എങ്കിൽ പോലും ഞാൻ ഒരു പെർഫോമൻസ് പറയാം. നല്ലൊരു ആവറേജ് FPS, പബ്ജിയൊക്കെ നമുക്ക് 90 FPS കളിക്കാനായിട്ട് പറ്റും. അതായത് 87+ ആണ് നമുക്ക് FPS, അതായത് ഫ്രെയിംസ് പെർ സെക്കൻഡ് കിട്ടുന്നത്. നല്ല രീതിയിൽ തന്നെ പബ്ജിയൊക്കെ സ്മൂത്തായിട്ട് കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു റീഫ്രഷ് റേറ്റും അതോടൊപ്പം തന്നെ ആ ഒരു FPS എല്ലാം ഡിസ്പ്ലേ മികച്ചൊരു ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി നമ്മൾ ഈ ഒരു ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇതിന് iQOOന് പ്രത്യേകം ഗെയിം ടെർബോയും സെറ്റിംഗ്സും കാര്യങ്ങളും ഉണ്ട്. സോ അതൊക്കെ ഇട്ട് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കളിക്കാം. അങ്ങനെയുള്ള മൾട്ടി ഫംഗ്ഷൻ ആയിട്ട് ഗെയിം കളിക്കുന്ന സമയത്ത് മൾട്ടി ടാസ്കിങ് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വർക്കാവും. ആൻഡ് ഇതിൻ്റെ അകത്ത് നമുക്ക് ട്രിഗേഴ്സും കാര്യങ്ങളും സെറ്റ് ചെയ്യാനുള്ള മോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ iQOO സ്മാർട്ട് ഫോൺസിൻ്റെ ക്യാമറയെക്കുറിച്ചാണ്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു 50 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ അൾട്രാവൈഡ് ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ മാക്രോ ക്യാമറയാണ്. സോ ഈ ഒരു ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ iQOO അല്ലെങ്കിൽ വിവോ സ്മാർട്ട് ഫോൺസിൽ കണ്ടുവരുന്ന പോലെ തന്നെ നമ്മൾ നോർമൽ ക്യാമറ ഇട്ട് എടുക്കുന്ന സമയത്ത് കളർ കുറച്ച് ഡിഗ്രേഡ് ചെയ്ത് കുറയ്ക്കുന്നുണ്ട്. അതായത് നമുക്കൊരു നാച്ചുറൽ ടോൺ കളറാണ് ലഭിക്കുന്നത്. ബട്ട് കുറച്ചുകൂടി ആൾക്കാർക്ക് ഇഷ്ടം കളർ ബൂസ്റ്റഡ് ആയിട്ടുള്ള കളേഴ്സ് അല്ലെങ്കിൽ കളർ ബൂസ്റ്റഡ് ആയിട്ടുള്ള ഇമേജസ് ആണ്. ബട്ട് ഇവിടെ നമുക്ക് അങ്ങനെ ലഭിക്കുന്നില്ല. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ നമുക്ക് 4K 30 FPS വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാർജറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 120 വാട്ടിൻ്റെ ചാർജറാണെന്ന്. അതോടൊപ്പം തന്നെ ബോക്സിനകത്ത് നമുക്ക് ചാർജർ കിട്ടുന്നുണ്ട്. ആൻഡ് 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ബ്രാൻഡ് കൊടുത്തിരിക്കുന്നത്. സോ PD ചാർജർ ആയതുകൊണ്ട് തന്നെ വളരെ സ്പീഡിൽ തന്നെ ചാർജ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നമുക്ക് സ്പീഡിൽ തന്നെ ചാർജ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാനും പറ്റും. സോ ബാറ്ററി ബാക്കപ്പൊക്കെ നമുക്കൊരു 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂറൊക്കെ മാക്സ് നമുക്കൊരു ഡെയിലി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്കൊരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ അല്ലെങ്കിൽ പഞ്ച് ഹോൾ ക്യാമറ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമുക്കൊരു 16 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫുൾ HD മാത്രമേ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത്
1080p ആയിട്ട് 30 FPS മാത്രമേ ഫ്രണ്ട് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആൻഡ് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ ആവറേജ് ആണ്, അതായത് ഫ്രണ്ട് ക്യാമറ ഒരു ആവറേജ് ആണ്. ബാക്ക് കുഴപ്പമില്ല, നമുക്കൊരു 10 ഔട്ട് ഓഫ് ഒരു 8 കൊടുക്കാൻ പറ്റുന്ന ഒരു ബാക്ക് ക്യാമറയും അതോടൊപ്പം തന്നെ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ സ്മാർട്ട് ഫോണിൽ. സോ എസ്പെഷ്യലി ഇത് ഗെയിമേഴ്സിന് വേണ്ടി iQOO ലോഞ്ച് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. iQOOൻ്റെ പ്രത്യേക സ്മാർട്ട് ഫോൺസും എല്ലാവരും ഗെയിം കളിക്കുന്നവരാണ് വാങ്ങുന്നത്. സോ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് തരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ആൻഡ് ഇതിൻ്റെ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് ഒരു 25,000 രൂപയ്ക്കും 30,000 രൂപയ്ക്കും ഇടയ്ക്കായിരിക്കും വരുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീഡിയ ടെക്കിൻ്റെ ആണോ അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ ആണോ എന്നൊരു ഡൗട്ടുണ്ട്. സോ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ കവർ ചെയ്തിരിക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം.